പ്രിയപ്പെട്ടവരെ, നമസ്കാരം. വൈഡൂര്യം സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ കുറച്ച് സ്നിപ്പറ്റ്സ്. ഈ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞത് ഇഡിയംസ് ആണ്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട, നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി. പക്ഷെ അങ്ങനെയല്ല ഇതിനർത്ഥം. അതായത് ഫോർട്ട്നൈറ്റ് 2 ആഴ്ച, അതിനാണ് ഫോർട്ട്നൈറ്റ്. 2 വീക്സ്. ഹെവി ഷുഗർ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ 2 വാക്കുകളാണ്. ഭാരമുള്ള പഞ്ചസാര എന്നല്ല അർത്ഥം. ഹെവി ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ പണക്കാരൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ആളുകൾക്ക്, പണക്കാർക്ക് റിച്ച് എന്ന് പറയും. ഇത് ആ പരിധി വിട്ടുപോയതാണ്. ഉദാഹരണത്തിന് എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, അങ്ങനെ തുടങ്ങിയ അക്ഷയ് കുമാർ തുടങ്ങിയ ആൾക്കാർ ഹെവി ഷുഗർ എന്ന് പറയും. അതിന് ഹെവി ഷുഗർ എന്നാണ് പറയുന്നത്. ഗോയിങ് കൺസേൺ അതുപോലെ തന്നെ ഇഡിയംസ് ആണ്. നന്നായി പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഹൗ ഈസ് യുവർ ബിസിനസ്? ഉത്തരം ഗോയിങ് കൺസേൺ ബൈ ഗോഡ് ഗ്രേസ്. ഈശ്വരാനുഗ്രഹത്താൽ നന്നായിട്ട് പോകുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഗ്രീസി സ്പൂൺ. ഗ്രീസി സ്പൂൺ എന്ന് പറഞ്ഞാൽ വഴുവഴുപ്പുള്ള കരണ്ടി എന്നല്ല അർത്ഥം. താണതരം ഭക്ഷണശാലയ്ക്ക് ഗ്രീസി സ്പൂൺ എന്ന് പറയും. നമ്മളെ തട്ടുകടയില്ലേ, തട്ടുകട. നെസ്റ്റ് എഗ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്, മാളം അല്ലെ. എഗ് എന്ന് പറഞ്ഞാൽ മുട്ട, കൂട്ടിലെ മുട്ട എന്നല്ല അർത്ഥം. നെസ്റ്റ് എഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കരുതൽ ധനം, ഒരാൾ പണം കരുതി വെക്കുക, FD-യിലൊക്കെ ഇടുന്ന കരുതൽ ധനം എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നാണ് വെറ്റ് നേഴ്സ്. കേട്ടിട്ടുണ്ടോ? വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ. വെറ്റ് നേഴ്സ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ നേഴ്സ് എന്നല്ല അർത്ഥം. അതായത് മറ്റൊരാളുടെ കുട്ടിക്ക് മുലയൂട്ടുന്ന സ്ത്രീ, അതായത് അങ്ങനത്തെയാണ് അതിന്റെ സ്ത്രീ. മറ്റൊരാളുടെ കുട്ടിക്ക് മുലയൂട്ടുന്ന സ്ത്രീ, അതായത് കുട്ടിയെ ഉപേക്ഷിക്കില്ല ചില ആൾക്കാർ, അവിവാഹിതരായ ചില അമ്മമാർ. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ അമ്മ മരിച്ചു പോകുന്ന കുട്ടികൾ, ആ കുട്ടികൾ എടുത്ത് വളർത്തി ആ കുട്ടിക്ക് മുലയെടുത്ത് വളർത്തുന്ന ആ സ്ത്രീക്ക് വെറ്റ് നേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? അതാണ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടി, കയ്യോടെ പിടികൂടി, റെഡ് ഹാൻഡഡ്. പിന്നെ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. പിന്നെന്താ? എക്സ്പെക്ടന്റ് മദർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരിക്കുന്ന മാതാവ് എന്നല്ല അർത്ഥം, ഗർഭിണി എന്നാണ്. അതാണ് അടങ്ങാത്ത വിശപ്പ്. അതായത് എത്ര ഭക്ഷണം കഴിച്ചാലും വീണ്ടും വീണ്ടും വിശക്കുക, ഭക്ഷണം കഴിക്കണം തോന്നുക. ബുലീമിയ എന്ന് പറയും. ബുലീമിയ എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത വിശപ്പ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എനോറക്സിയ, ദഹനക്കേട്. വിശപ്പ് തീരെ ഉണ്ടാവില്ല. പിന്നെ മറ്റൊന്ന് വിശപ്പിനെ പറ്റി പറയുമ്പോൾ സിറ്റോഫോബിയ എന്നുണ്ട്. ഭക്ഷണത്തിനോടുള്ള കഠിനമായ വെറുപ്പിന് സിറ്റോഫോബിയ എന്ന് പറയും. ടെൻഡർ ഫുഡ് എന്ന് പറഞ്ഞാൽ നവാഗതൻ, ഈ സ്ഥലപരിചയമില്ലാത്ത, ആദ്യമായിട്ട് വന്ന് കുടിയേറി പാർത്ത ആൾക്ക് ടെൻഡർ ഫുഡ്. ഐ എം എ ടെൻഡർ ഫ്രൂട്ട് എന്ന് പറയും. ഐ എം എ ടെൻഡർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ എന്നർത്ഥം. ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഒരു തുണി ഷോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ നോട്ടീസ് എത്തൂലേ, ആ നോട്ടീസിനകത്ത് ഏർലി ബേർഡ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നുണ്ട്. ഏർലി ബേർഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ എത്തുന്ന ആൾക്ക്. ഏർലി ബേർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണരുന്നവൻ എന്നും അർത്ഥമുണ്ട്. നേരത്തെ എത്തുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. ടീഷർട്ടോ സാരി തുടങ്ങിയ ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതൊരു തുണി ഷോപ്പിന്റെ പരസ്യം കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ബേർഡാണ് ഹോം ബേർഡ്. ഹോം ബേർഡ് എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി, അയാൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കും. അതാണ്. പിന്നെ വ്യത്യാസമുണ്ട്. സ്മെല്ല് എന്ന് പറഞ്ഞാൽ എല്ലാതരം മണം. അതുപോലെ തന്നെ നറുമണം, ചില ചന്ദനത്തിരി കത്തിച്ചത്, അല്ലെങ്കിൽ ഒരു ഊത് കത്തിച്ചതിന്റെ മണം, അല്ലെങ്കിൽ ഒരു പുഷ്പത്തിന്റെ സൗരഭ്യം, നറുമണം എന്ന് പറയും. അതിന് ഫ്രാഗ്രന്റ് എന്ന് പറയും. മറ്റൊരു വാക്കുകൂടിയുണ്ട്, അരോമ. അരോമ എന്ന് പറഞ്ഞാൽ നറുമണം.